ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് തിരിച്ചടി. ഇഡി ഉദ്യോഗസ്ഥയ്ക്കെതിരെയുള്ള കേസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം സംസ്ഥാന സർക്കാർ തടസ്സപ്പെടുത്തുന്നത് ഗൗരവമേറിയ വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഐപാക് റെയ്ഡ് കേസിലാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടത്. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സ്റ്റേ ചെയ്തു. 4 എഫ്ഐആറുകളാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. കേന്ദ്ര ഏജൻസി അന്വേഷണം സംസ്ഥാന സർക്കാർ തടസ്സപ്പെടുത്തുന്നത് ഗൗരവമേറിയ വിഷയമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും സംസ്ഥാന സർക്കാരിനും ജസ്റ്റിസ് പ്രശാന്ത് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. വിഷയം പരിഹരിച്ചില്ലെങ്കിൽ നിയമവ്യവസ്ഥ തകരാറിലാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് അയച്ചത്. കുറ്റവാളികൾക്ക് സംസ്ഥാന ഏജൻസികൾ സംരക്ഷണം നൽകാൻ പാടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. റെയ്ഡിനിടെയുള്ള CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കേന്ദ്ര ഏജൻസികൾക്ക് തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടരുതെന്ന മുന്നറിയിപ്പും സുപ്രീം കോടതി നൽകി. മുഖ്യമന്ത്രി തന്നെ റെയ്ഡ് തടസ്സപ്പെടുത്തിയതിൽ CBI അന്വേഷണം വേണമെന്ന് ED കോടതിയിൽ ആവശ്യപ്പെട്ടു. ED ഉദ്യോഗസ്ഥന്റെ മൊബൈൽ ഫോൺ വരെ മുഖ്യമന്ത്രി തട്ടിയെടുത്തതായും സോളിസിറ്റർ ജനറൽ കോടതിയിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രേഖകൾ പിടിച്ചെടുക്കാനാണ് ED ശ്രമിച്ചതെന്നാണ് TMCയുടെ വാദം. ഫെബ്രുവരി 3 കേസ് വീണ്ടും പരിഗണിക്കും. കൈരളി ന്യൂസ്, ദില്ലി.